ഞാൻ വളരെ കൃത്യമായ എൻഫോഴ്സ്മെന്റിന് അഴിമതിരഹിതമാകണമെന്നുള്ളത് വീണ്ടും വീണ്ടും ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് കമ്മീഷൻ. എനിക്ക് നിരവധി ജില്ലകളിൽ നിന്നും പരാതികൾ ലഭിക്കുന്നുണ്ട്. രാവിലെ 5:30 മുതൽ ഞാനത് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനത് യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്തെ നിയമം അനുസരിച്ച് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബാർ തുറന്നു നോക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് പലയിടത്ത് ബാർ പ്രവർത്തിക്കുന്നത്? നിങ്ങളറിയാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്റെ മുമ്പിൽ പരാതികളുണ്ട്. രാവിലെ 5:30 മുതൽ ആളുകൾ പരിപാടി തുടങ്ങുകയാണ്. അതിന് നമ്മുടെ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഫോഴ്സ്, ഞാൻ മൗനാനുവാദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നടക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ തന്നെയാണ്. സംസ്ഥാനത്ത് കള്ളുഷാപ്പുകൾ നമുക്കറിയാം. നിയമസഭയിലെ ചോദ്യത്തിന് തന്നെ മറുപടി പറഞ്ഞു. തെങ്ങ് ചെത്തുന്ന കള്ളിന്റെ ടോട്ടൽ ഉൽപാദനവും ഷാപ്പുകളുടെ എണ്ണവും തമ്മിൽ ഒരു താരതമ്യമില്ലാത്ത അവസ്ഥയുണ്ട്, അല്ലേ? ആക്ഷേപങ്ങളുണ്ട്. 10,200 ഷാപ്പ് ആകെയുണ്ട്. പ്രവർത്തിക്കാത്ത ഷാപ്പുകൾ 720 മാത്രമാണ്. അപ്പൊ ഇവിടെ എല്ലാം ലഭിക്കുന്നത് ഒറിജിനൽ കള്ളാണോ? 14 എന്നോട് കമ്മീഷണർ പറഞ്ഞ 14 ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരും പറഞ്ഞത് ശുദ്ധമായ കള്ളാണ് എല്ലായിടത്തും ലഭിക്കുന്നതെന്നാണ്. അങ്ങനെയല്ലേ കമ്മീഷണർ? കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ്. ശരിയാണോ? ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം വെച്ച് നമുക്ക് കളിക്കാൻ സാധിക്കില്ല. കൊടുക്കുന്ന പൊടി കഴിച്ച് രാജ്യത്താകമാനം കിട്ടി ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം നാട്ടിലാകമാനം പറഞ്ഞത് ഇത് കുടിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ജീവിതശൈലിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളോട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാറിൽ കൊടുക്കുന്ന ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യണം, ഷാപ്പിൽ കൊടുക്കുന്നത് പൊടികലൊക്കെയാണോ ചെക്ക് ചെയ്യണം. ആ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ നടത്തണം. അതുകൊണ്ട് വളരെ ചെക്ക് ചെയ്യണം, അതിനകത്ത് പരിശോധന നടത്തണം. ഈ ഓണത്തെ സംബന്ധിച്ച് നമ്മുടെ നാട് ഒരു ഡ്രിങ്കിങ് എന്ന് നമുക്ക് പൂർണ്ണമായി ചിലപ്പോ അത് പറ്റണമെന്നില്ല, മദ്യവർജനമാണ് നയം. പക്ഷെ സോഷ്യലി റെസ്പോൺസിബിൾ ആണ്. അതിനകത്ത് എക്സൈസ് ഫോഴ്സ് അതിന്റെ കടമ നിർവഹിക്കണം. അല്ല നമ്മുടെ ഒരു ദൌത്യം, എക്സൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ്. അതല്ലാതെ മദ്യത്തിന്റെ പരമാവധി കൊടുക്കട്ടെ എന്നുള്ള രീതിയിലല്ല. അവിടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് നിലനിർത്തിയേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് വളരെ വലുതാണ്. മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവരോടുകൂടി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി പൂർണ്ണമായി പറയണം എന്നുണ്ട്. അത് ഇനിയിപ്പോ നമുക്ക് സ്വാഭാവികമായും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ കമ്മീഷൻ നമുക്കിപ്പോ ഇവിടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റീസ് ഒക്കെ ഉടനെ പൂർത്തീകരിക്കപ്പെടും, അല്ലേ? ബാക്കി പ്രോസസ്സിലാണ്. CS കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ജില്ലാ നേതൃത്വങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട പോസ്റ്റിങ്ങുകളുടെ ഡിസ്കഷൻ നടക്കുകയാണ്. അത് താഴെത്തട്ട് വരെ കഴിയും. ഇത് കഴിഞ്ഞ് 1-to-1 ഡിസ്കഷൻസ് വേണ്ടി വരും. ഞാനൊരു ഇത് തന്നെ മുന്നോട്ട് വെക്കുകയാണ്. എക്സൈസ് ഓരോ ജില്ലകളുടെയും റെസ്പോൺസിബിളായ ആളുകളുമായി മിനിസ്റ്റർ ഉൾപ്പെടെ ഇരുന്ന് 1-to-1 ഡിസ്കഷൻ നടത്തേണ്ടി വരും. അപ്പൊ എനിക്ക് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ട്. പലരെക്കുറിച്ചുമുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ് എക്സൈസ് കമ്മീഷണർ മുമ്പിലും എന്റെ മുമ്പിലും ഉണ്ട്. അതിന് ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വരും. നമ്മളൊരു ഫോഴ്സ് എന്ന രീതിയിൽ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാനും ഉദ്യോഗസ്ഥരുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പോകാനും നിങ്ങൾക്ക് അനാവശ്യമായി നിങ്ങൾ ബ്ലെയിം ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു സിസ്റ്റം നന്നായി പോകണം എന്ന തരത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ, ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം സിസ്റ്റം കറക്റ്റാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടെന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്തുണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേജിൽ പരസ്പരം ഇത് ചെയ്യുന്നതിന് പകരം 1-to-1 പരസ്പരം ഷെയർ ചെയ്യാനും എനിക്കും കമ്മീഷണർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യപ്പെടാനും അതിന്റെ ക്ലാരിഫിക്കേഷൻസും ആവശ്യമായിട്ട് വരും. താഴോട്ടും ഇതേ സിസ്റ്റം നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരിടത്ത് പോയും അനാവശ്യമായ ബാറുകളിൽ ചെന്നിട്ട്, ഞാനത് മാധ്യമം കേട്ടാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു, അത് ഇവരോട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു, അതെല്ലാവരും കേൾക്കിയത് പറയാൻ ആഗ്രഹിക്കുക. എന്നോട് ചില ബാറുടമകൾ ഉൾപ്പെടെ അവരുടെ പരാതി എന്ന രീതിയിൽ പറഞ്ഞത്, അവിടെ ചെന്ന് കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു എന്നുള്ള പരാതികൾ നിലവിലുണ്ട്. ആദ്യം ഒരു ഉയർന്ന തലത്തിലുള്ളവരുടെ വരവ് വരുന്നു, അവർക്ക് കൊടുക്കേണ്ടി വിടുന്നു. അത് കഴിഞ്ഞ് താഴെ തട്ടുള്ള സെറ്റ് വന്നിട്ട് വീണ്ടും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നടക്കില്ല കേട്ടോ, അത് നടക്കില്ല. അത്തരം ഒരു തരത്തിലും അനധികൃതമായ ഒരു ഗിഫ്റ്റുകൾക്കുമുള്ള ഒരു റൈറ്റും നമുക്കാർക്കുമില്ല. ഈ ഒരു മേഖലയിൽ
നിയമപരമായ കാര്യങ്ങൾ നിയമാനുസൃതമായി നടത്തിക്കൊണ്ടു പോകുന്നുള്ളതാണ് ഈ ഫോഴ്സിന്റെ ദൌത്യം. അല്ല അവിടെ ചെന്ന് അവരുടെ അനധികൃത സൗകര്യങ്ങൾ വാങ്ങുകയും അവരിൽ നിന്ന് കൃത്യമായിട്ട് ഇത്ര കേസ് അങ്ങ് എത്തിച്ചേരെന്ന് പറയുന്ന ഇടപാട് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ സമയത്ത് നടക്കില്ല എന്ന് പറയാൻ കൂടി ഞാൻ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഇവരിപ്പോ വളരെ കൃത്യമായി ഇത്തരമൊക്കെ ക്യാപ്ചർ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ബട്ടൺ ക്യാമറ വെച്ചോ വല്ല വീഡിയോ ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ വാങ്ങാൻ വരുന്ന ആളുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി ആവശ്യമാണെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിലുള്ള സാധനം തരാം, പ്രൊവൈഡ് ചെയ്യാം. എല്ലായിടത്തും കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, ചെറിയൊരു കാര്യം കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ദയവായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതൊന്നും നടക്കില്ല. കാറ് ചെന്നിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോയി ഒരു വെളുപ്പിന് 5 മണി വരെ തുറന്നു എന്ന് പറയുന്ന ഇടപാട് ദയവായിട്ട് ഇവിടെ നടക്കില്ല. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റിടപാടുകൾ ഇവിടെ നടക്കുക എന്നുള്ളത് നടക്കില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ട ഫോഴ്സ് അതാണ്, നമ്മുടേതാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റണം. ഞാനിതെല്ലാം പറഞ്ഞത് ഒരിക്കലും നിങ്ങളുടെ മൊറയിൽ ഡൗൺ ആക്കാൻ പറയുന്നതല്ല, നിങ്ങളെടുക്കുന്ന എഫർട്ടിനെ അങ്ങേറ്റം ഉയർന്ന തരത്തിൽ അപ്രീഷിയേറ്റ് കൊണ്ടുവരാനാണ്. കാരണം ഇത്രയും ചെറിയൊരു ഫോഴ്സ് ഇത്രയും ഒരു എൻഫോഴ്സ്മെന്റ് നടത്തുന്നത് അങ്ങേറ്റം അപ്രീഷിയബിൾ ആണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേറ്റം മികച്ചതാണ്. പക്ഷെ ഇത്തരം പരാതികളും ഉണ്ട്. അത്തരം പരാതികളെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇല്ലേ ചെക്ക് പോസ്റ്റില് സസ്പെൻഡ് ചെയ്തു അല്ലേ, ഉടൻ ചെയ്തു. അത് ക്യാമറയാണ്. ആളുകൾ ഇപ്പോഴത്തെ പോലെ വെറും പഴയതുപോലെ കേട്ടിട്ട് പോകുന്ന ആളുകളല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഓരോ നിമിഷവും നിങ്ങളുടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നുണ്ട്. ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞാനത് പറയുന്നത് അത് ശരിയാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ സിസ്റ്റത്തിന് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പരമാവധി ട്രാൻസ്പെറൻസി ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് അത് ടോളറേറ്റ് ചെയ്യില്ല, ഒരു കാരണവശാൽ ടോളറേറ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഓണത്തെ സംബന്ധിച്ച് അങ്ങേറ്റം ജാഗ്രതയോടെ ഒരു തരത്തിലും നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ കമ്മീഷൻ നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ ഏറ്റവും സത്യസന്ധരായ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യണം. കൃത്യമായ രീതിയിൽ അവരെ മാറ്റണം. ആവശ്യമായ എല്ലാ മോണിറ്ററിംഗ് സിസ്റ്റംസും ഉണ്ടാകണം. ഇവിടെ വ്യാജ കള്ളൊഴുകാൻ പാടില്ല, വ്യാജ മദ്യം ഒഴുകാൻ പാടില്ല. വളരെ കൃത്യമായ എൻഫോഴ്സ്മെന്റ് ഉണ്ടാകണം. ആളുകളെ സംബന്ധിച്ച് ഈ ഓണത്തിന്റെ സമയത്ത് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ മാത്രം അത്തരത്തിൽ അഴിച്ചുവിടപ്പെടുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്. പിന്നെ നമുക്ക് എക്സൈസിന്റേതായ പരിമിതികളൊക്കെ കവർ ചെയ്യാനുള്ള കൂടുതൽ റിക്രൂട്ട്മെന്റ് നമുക്ക് ആവശ്യമാണ്. വനിതാ ഓഫീസർമാരുടെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതെല്ലാം തന്നെ നമുക്ക് കൂട്ടായ ശ്രമങ്ങൾ നമുക്ക് നടത്താം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ വിമർശനങ്ങൾ പറഞ്ഞ എങ്കിൽ മാത്രമേ നമ്മുടെ ഫോഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഞാൻ കൃത്യമായി ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമാവണം. നമ്മുടെ എൻഫോഴ്സ്മെന്റും നമ്മുടെ അവയർനെസ്സും നമ്മുടെ പ്രിവന്റീവ് ആക്ടിവിറ്റീസും എല്ലാം ശക്തമായി നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിൽ ഒരു വലിയ സാമൂഹ്യ പരിവർത്തന ശക്തിയായി തന്നെ സമൂഹത്തിനെ പരിവർത്തനം ചെയ്യുന്ന അതിന് ഏറ്റവും പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കോഴ്സായി നിലനിൽക്കുന്ന എക്സൈസ് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമസ്കാരം.